ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ തീയൽ ഉണ്ടാക്കാം. ചെമ്മീൻ കൊണ്ട് നമുക്ക് പല ടൈപ്പ് വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം 1/2 കിലോ കൊഞ്ച്, നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു സവോള, ഒരു 10-20 ചെറിയ ഉള്ളി. ഇതിന് ചെറിയ ഉള്ളി കൂടുതലിടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം കൂടുതലും ചെറിയ ഉള്ളി ഉപയോഗിക്കണം. ഒരു ചെറിയ സവോള എടുത്തിട്ടുള്ളേ. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, 2 ടൊമാറ്റോ ഇടുവേ, 2 ടൊമാറ്റോ. പിന്നെ 1 കപ്പ് തേങ്ങ, 1 കപ്പ് നിറച്ച് തേങ്ങയുണ്ടേ. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കണേ, 1/2 ടീസ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക്. ഇത് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് ഇത് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കും. അത് ഞാൻ കാണിക്കാം അവസാനം. നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അല്ല 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കും. അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ടല്ലോ, കുരുമുളക്, പച്ചമുളക്, ഇതിൻ്റെയൊക്കെ എരിവുള്ള കാരണം ഇത്രയും മതി. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ, ഒരു 1/4 ടീസ്പൂൺ മതി. ഇതും കൂടെ നന്നായിട്ട് ഇതിൻ്റെ അപ്പോൾ ഒരു പച്ചമണം മാറണേ. സിമ്മിലായിട്ടേക്കുന്നത് കേട്ടോ. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും പൊടികൾ ഇടുന്നതെന്നുള്ളതല്ല, നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ കഴിയുന്നതും ഒന്ന് ചൂടായതിന് ശേഷം സിമ്മിലോട്ട് ഇട്ട് കൊടുക്കണം. അല്ല പിന്നെ പെട്ടെന്ന് ഈ പൊടിയൊക്കെ കരിയാനും ഒക്കെ പറ്റുവേ. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ആ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും ഒക്കെ ചെറിയൊരു കുത്തലുണ്ട്, അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് അങ്ങ് മാറിയാൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. തണുക്കണം, ചൂടോടെ എടുത്ത് അരയ്ക്കാൻ പോകരുത് കേട്ടോ. നമ്മളൊരു ചീനിച്ചട്ടി വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാണും വെളിച്ചെണ്ണ. തീയിലല്ലേ, ഒരു സ്വല്പം നമുക്ക് ഇച്ചിരി ഒരു എണ്ണയൊക്കെ വേണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. ആ എണ്ണയൊന്ന് ചൂടായി ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണേ. ബ്രൗൺ കളറൊന്നും ആകുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ചെമ്മീനാകുമ്പോൾ അധികം വേവ് ഒന്നുമില്ല കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ആ ഒരു തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ചെമ്മീൻ ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അതങ്ങ് കുക്കാവും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയല്ല ഇത്. നമ്മൾ പല സാധനങ്ങൾ കൊണ്ട് തീയലുണ്ടാക്കത്തില്ലേ, അപ്പോൾ ഈ ചെമ്മീൻ തീയൽ, ഉള്ളി തീയൽ, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കണേ. ചേർക്കുന്നതിന് മുമ്പ് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് കൂടെ കഴുകി എടുത്തേക്കണേ. അത് മീനായാലും കൊള്ളാം, ചെമ്മീനായാലും, ഏത് ചിക്കനാണേലും എല്ലാം. ചെമ്മീനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുവേ. ചെമ്മീനൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കളറിനൊരു ചെറിയൊരു ചേഞ്ച് വരും. ഈ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തേക്കാവേ. കറിവേപ്പില നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കറി ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. മിക്സിയുടെ അരച്ച ജാറില്ലേ, അതിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തൊന്ന്, അപ്പം മൊത്തം അരപ്പ് നമുക്ക് ഇങ്ങനെ കിട്ടും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം.
അല്ലെങ്കിൽ ഈ തീയലല്ലേ കുറച്ചും കൂടെ അങ്ങ് വറ്റി വരുമ്പോഴത്തേന് തീരെ അങ്ങ് ചാറില്ലാതാവും. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പം പുളിശ്ശേരിയോ അല്ലെ മോരുകറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടൈപ്പ് തക്കാളിയൊക്കെ ഉണ്ടുള്ള ഒഴിച്ചുകറികൾ വെക്കുമല്ലോ, ഒഴിച്ചുകറിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തിക്ക് ഗ്രേവി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനൊരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണേ. ഒരുപാട് വെള്ളം ആകുകയും ചെയ്യരുത്, കാരണം ചെമ്മീൻ പെട്ടെന്ന് കുക്കാകും. ഒരുപാട് സമയം നമുക്കിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഇനി ഇതിലേക്ക് നമ്മൾ ആ തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിനകത്തിട്ട് തക്കാളി കഴിക്കാനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. തക്കാളി 4ആയിട്ട് കീറിയാൽ മതി, ചെറുതായിട്ടൊന്നും കീറണ്ട. കാരണം ഈ തക്കാളി എടുത്ത് കഴിക്കാൻ തന്നെ ഭയങ്കര രുചിയാണ്. ഈ കൊഞ്ചിൻ്റെ ആ ടേസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ 2 തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 4ആയിട്ട് തന്നെ കീറിയാൽ മതി. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ തീയിൽ റെഡിയാവും. ഇനി ഇതൊന്ന് കുറുകി കഴിഞ്ഞ് ബാക്കി കാണിക്കാവേ. ഞാൻ ഈ കൊഞ്ച് അടച്ചു വെച്ച് ഇതിപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. 10 മിനിറ്റ് കൊണ്ടാകും. പിന്നെ ഒരു സ്വല്പം കൂടെ ഒന്ന് ചാറൊന്ന് കുറുകിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ എക്സ്ട്രാ ഞാൻ വെച്ചതാണ്. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാകും. ഇപ്പം ചാറൊക്കെ നന്നായിട്ട് കുറുകി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയത്തില്ല തക്കാളി കേട്ടോ. ഇതുപോലെ എടുക്കും. അത് കാരണം നമ്മൾ 4ആയിട്ട് കീറി അങ്ങിട്ടേക്കണം. ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ. സ്വല്പം കൂടെ ഉപ്പ് വേണേ. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തീയൽ ഇവിടെ റെഡിയായി. ചോറിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും ഇത് നന്നായിട്ട് ചേരുന്ന കറിയാണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.